ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. അതിനായിട്ട് ഒരു 1/2 കപ്പ് സോയാബീന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി അത് നമുക്ക് മസാല പുരട്ടിയെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ച സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം ജീരകശാല അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഒരു പിടി ക്യാരറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ഗ്രാമ്പു അതുപോലെ തന്നെ പട്ട, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് നല്ലപോലെ കുക്കായി വരുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സോയാബീൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ സോയാബീനൊക്കെ നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഒരു തക്കാളിയുടെ പകുതി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീൻ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബായ്.